ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വസുന്ധര എന്തായാലും വർഷയും വിവേകിനെയും വിളിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർച്ചയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും എടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഇരുത്തിയാൽ പോരാ. മാത്രമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ജോലിയുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ പ്ലേ സ്കൂളിൽ ചേർത്തണം. അതിനുശേഷം തന്നെ വൈകുന്നേരം അവൾ വന്ന ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. പിന്നെ നിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്ന വരെ ഞാൻ അവളെ നോക്കും എന്ന രീതിയിൽ പറയുന്നു. ഇത് കേൾക്കുന്ന വർഷയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ആൻറ്റി ഇങ്ങനെ പറയുന്നു വിചാരിച്ചില്ല എന്ന് പറയുന്നു കേട്ടോ. അതെന്താ, എനിക്ക് അവളെ അറിയാലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ മോളെ, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ നോക്കും, എനിക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മല്ലികെ, ഇപ്പം നിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ആയില്ലേ എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് നല്ലത്, നല്ലൊരു പ്ലേ സ്കൂളിൽ ചേർത്തണം, മോളെ നന്നായി പഠിപ്പിക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നീ ഉണ്ടാക്കിയ പായസം കുറച്ച് വർഷയ്ക്ക് കൊടുത്തു വിടുമെന്ന് പറയുന്നു. അതെന്താ മേഡം, ഞാൻ ഉണ്ടാക്കിയ പായസം അത്രയ്ക്കും ടേസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, കാരണം മധുരം പായസം കുടിക്കുന്ന സന്തോഷത്തിലാണെങ്കിൽ വിഷമോ അവൾ അറിയട്ടെ എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനർത്ഥം മല്ലികയുടെ പായസം ഒട്ടും കൊള്ളില്ല എന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ വസുന്ധര മേഡം അതിലൂടെ പറഞ്ഞു വരുന്നത്. അതിനുശേഷം തന്നെ വിവേകും വർഷയും കൂടി പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. മമ്മി ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് മമ്മി പറയാൻ തന്നെ കാരണം വിവേകാണ്. വിവേകിൻ്റെ ഇടപെടൽ കാരണമാണ് ഇപ്പോൾ ആർച്ചയോടുള്ള ദേഷ്യമൊക്കെ മാറി കിട്ടിയതെന്ന് പറയുന്നു. ആ സമയത്ത് വിവേകാണെങ്കിൽ കൊച്ചുകുട്ടികളോട് ഒരിക്കലും അധികം ദേഷ്യം പിടിച്ച് ആർക്കും നിൽക്കാൻ സാധിക്കില്ല. മമ്മിക്ക് ഇന്നലെയൊക്കെ മോൾ ഇവിടെ തന്നെ ആയിരുന്നല്ലോ, ഒത്തിരി ഇഷ്ടമാണ് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് മോൾ ഉറക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മിക്ക് അവളെ വിഴിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ വിവേകിന് ആർച്ചയോടുള്ള ഇത്ര സ്നേഹം എന്ന് പറയുമ്പോൾ അത് പിന്നെ തന്നോട് ഇഷ്ടമുണ്ട്, പക്ഷേ ആർച്ചയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അവളെ ഞാൻ വേറെ രീതിയിലാണ് കാണുന്നത്, എൻ്റെ മോളായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് അങ്ങ് തള്ളല്ലേ വിവേകി, എന്തുകൊണ്ടാണ് ആർച്ചയോട് വിവേകിന് ഇഷ്ടമുള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അതിന് ഉത്തരം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും അതൊക്കെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. പിന്നീടാണ് കാണിക്കുന്നത് അകത്ത് ചെന്നിട്ട് ജാൻസി വില്ലയിൽ ചെന്നതിന് ശേഷം തന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ആകെ ടെൻഷൻ, മാഡം എന്തിനാണാവോ നമ്മുടെ വർഷയെ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തന്നെ ഒന്നുമില്ല, അത് ആൻറ്റി മോളെ പ്ലേ സ്കൂളിൽ ചേർത്താനും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് സമാധാനം എനിക്കായി എന്ന് പറയുന്നു. അത് നല്ലൊരു ഐഡിയ ആണ്, നമ്മളൊക്കെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതിനേക്കാളും ആൻറ്റി വേറെ ലെവലാണെന്ന് പറയുന്നു കേട്ടോ അഞ്ച്. അപ്പോൾ അത് ശരിയാണല്ലോ. അപ്പോൾ അബിക്ക് ഒട്ടും പറ്റുന്നില്ല, കാരണം പക്ഷേ ഇനി ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ശ്രീനാഥുമായിട്ട് കണ്ടുമുട്ടും, അവർ സംസാരിക്കും. അതുകൊണ്ട് തന്നെ മോളെ എവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വർഷയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. കുറേ അങ്ങനെയാകുമ്പോൾ വർഷയുടെ ജോലിയും പൊയ്ക്കോളും. ആ രീതിയിലാണ് അബി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ദുഷ്ട മനസ്സാട്ടോ കാണിക്കുന്നത്. അതിനുശേഷം തന്നെ അബിയാണെങ്കിലും മോളെ എങ്ങനെയെങ്കിലും വർഷയുടെ അടുത്ത് ആക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. മോള് ചെറിയ കുട്ടിയല്ലേ, ഇപ്പം തന്നെ പ്ലേ സ്കൂളിൽ ചേർത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അഞ്ച് പറയുന്നുണ്ട്, 3 വയസ്സായ കുട്ടിയെ പ്ലേ സ്കൂളിലല്ലാതെ പിന്നെ എവിടെയാണ്, പ്രായപൂർത്തിയായിട്ടാണോ ചേർക്കേണ്ടത്? അല്ല, അവൾക്കിപ്പോൾ നല്ല കരുതലും സ്നേഹമൊക്കെ കിട്ടേണ്ടതല്ലേ വർഷയുടെ. വർഷയാണെങ്കിലോ അത് ശരിയാണ്, എനിക്കിപ്പോൾ അവളെ ചേർക്കാൻ തീരെ താല്പര്യമില്ല, അവളെ LKGയിലേക്ക് വിടാൻ തന്നെയായിരുന്നു, ആ സമയത്ത് അവളെ കൊണ്ട് ചേർക്കാനായിരുന്നു ആഗ്രഹം, അതുവരെ എനിക്ക് നോക്കണമെന്ന്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളില്ലേ, പിന്നെ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. ഇപ്പോൾ ആൻറ്റി വന്നിട്ടുള്ള ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണെന്ന് പറയുന്നു. പക്ഷേ അബിയാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ശ്രീയുടെ കോൾ വന്നതിന് ശേഷം തന്നെ അങ്ങോട്ട് പോവാണ്. ശ്രീയുടെ കാര്യം പറയുമ്പോഴത്തേനും ഇവൾക്ക് എന്താ അത്ര പ്രശ്നം എന്ന രീതിയിൽ അഞ്ച് ചോദിക്കുന്നു. അങ്ങനെ പ്ലേ സ്കൂളിലാണെങ്കിൽ വിവേകും വർഷയും മോളെ കൊണ്ടുപോയി ആക്കണുണ്ട് കേട്ടോ. അങ്ങനെ ആ ടീച്ചേഴ്സ് പറയുന്നുണ്ട്, മോളെ ഇവിടെ ചേർത്താൻ തീരുമാനിച്ചു, ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ തീരുമാനിച്ചു മോളെ ഇവിടെ തന്നെ ആക്കാനെന്ന്. എന്നാൽ പിന്നെ രാവിലെ ഞങ്ങളുടെ സ്കൂൾ ബസ് വരും, അതിൽ കുട്ടിയെ കയറ്റുകയും വൈകുന്നേരം കൊണ്ടുപോയി ഇറക്കുകയും ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല മാഡം, ഞാൻ തന്നെ മോളെ കൊണ്ടുവരികയും കൊണ്ടാക്കുകയും ചെയ്യുമെന്ന് വിവേക് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല വിവേക് എന്ന് വർഷയും പറയുന്നുണ്ട്. അപ്പോഴത്തേനും മോൾക്ക് അച്ഛനോടാണല്ലേ കൂടുതൽ താല്പര്യം എന്ന് പറയുന്നു. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതല്ല എന്ന് പറയാൻ നിൽക്കുന്നു വിവേകാണ്, എന്നോട് തന്നെയാണ് മോൾക്ക് ഒത്തിരി ഇഷ്ടം. പിന്നെ മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ വർഷയ്ക്ക് അറിയില്ലല്ലോ, പക്ഷേ വിവേക് എല്ലാം തന്നെ കണക്ക് കൂട്ടി തന്നെ വന്നതാണ്. ആ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ ഇപ്പം എന്നോടാണ് ഈ മോൾക്ക് സ്നേഹം, അടുത്തൊരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അമ്മയോട് തന്നെയായിരിക്കും സ്നേഹം എന്നൊക്കെ പറയുന്നു. ഒരു ഭാര്യയും ഭർത്താവ് എന്ന പോലെ തന്നെ ആർച്ചക്കുട്ടീനെ നഴ്സറി സ്കൂളിൽ ചേർത്തിയിരിക്കുക കേട്ടോ. പിന്നെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് മനസ്സ് നിറഞ്ഞിരിക്കുക കേട്ടോ വർഷയുടെ, കാരണം അത്രമേൽ വർഷയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വിവേക്. അവളുടെ ആഗ്രഹത്തിന് ഒത്തു തന്നെ അയാൾ നിൽക്കുന്നുമുണ്ട്. അതിനുശേഷം തന്നെ
നേരത്തെ വിവേക് ചോദിച്ചില്ലേ, അതായത് ആരോടാണ് എന്തുകൊണ്ടാണ് ആർച്ചിയെ ഇഷ്ടമുള്ളത്, കാരണം എന്താണെന്നുള്ളത്. അതിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. ആർച്ചിയെ വിവേക് മനസ്സറിഞ്ഞ് തന്നെയാണ് സ്നേഹിക്കുന്നത്, മോളെപ്പോലെ തന്നെ. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, അവളോടുള്ള പ്രത്യേകമായുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണെന്ന് പറയുന്നു. ഇപ്പോഴെങ്കിലും തനിക്ക് എന്നെ മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ഞാൻ വെറും ചളിയടിക്കാരനാണെന്നുള്ളത് താൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുന്നു. അങ്ങനെ വർഷയാണെങ്കിലോ വിവേകിൻ്റെ കൈയൊക്കെ തോടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവർ നല്ല സന്തോഷത്തിൽ തന്നെ പോകുന്നുണ്ട്. നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ, ഭയങ്കര ദാഹം ഉണ്ടെന്ന് പറയുന്നു. മോളാണെങ്കിലോ എനിക്ക് ഐസ്ക്രീം മതിയെന്ന് പറയുന്നു. ഈ കുഞ്ഞു വായിൽ നിന്നാണ് ഇത്ര വലിയ സംസാരം, എന്തായാലും കൊള്ളാം എന്ന് പറയട്ടെ. മോൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും മോൾക്ക് നന്നായി കൊടുക്കും, മോളുടെ മുഖത്തൊക്കെ അത് വരുന്നുണ്ടെന്ന് പറയുന്നു. അതായത് തേച്ച് വെച്ചിരിക്കുകയാണ് മോള്. അതിനുശേഷം തന്നെ അവിടെ ഒരു ഐസ്ക്രീം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആൾ. അപ്പോഴത്തേനും മോൾക്ക് അച്ഛൻ്റെ അമ്മയുടെ അതേ ചായ ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ അച്ഛൻ്റെ അതേ ചായയാണെന്ന് പറയുന്നുണ്ട്. അവർക്ക് ഒന്നും പറയാനല്ല. വിവേകിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ശരിയാണ്, മോൾക്ക് രണ്ടുപേരുടെയും ചായ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ഇനിയും വേണം ഐസ്ക്രീം എന്ന് പറയുന്നു. വേണ്ട ഇനിയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിവേക് പറയുന്നുണ്ട്. സർ, മോൾ ആഗ്രഹിച്ചല്ലേ, മോൾക്ക് കൊടുക്കാം, ചേട്ടനൊരു ഐസ്ക്രീം കൂടി കൊണ്ടുപോയോ എന്ന് പണ്ട് വർഷം അയാൾ പറഞ്ഞയച്ച് വിടുന്നുണ്ട്. ആ സമയത്ത് ഇത് പാടില്ല വർഷ, ഇങ്ങനെ ഐസ്ക്രീം കൊടുത്താൽ കുട്ടികൾ നാശമാവും, രോഗാണുക്കൾ വയറ്റിനകത്ത് കേടും, കുട്ടിക്ക് വയ്യാണ്ടാവും, ജലദോഷം പനി എന്നിവയൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് പോയേ വിവേക് എന്ന് വെച്ചിട്ട് ഒരു കുട്ടി 2-3 ഐസ്ക്രീം കഴിക്കുന്ന കാലത്ത് എന്താ പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല. ഇവൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് ഐസ്ക്രീം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തി ആർച്ചി ഇങ്ങനെ തന്നെയായിരുന്നു, അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഐസ്ക്രീം. അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ 3 ഐസ്ക്രീം വാങ്ങിച്ചു കൊണ്ടുവരും. അവളുടെ പങ്ക് അവൾ ആദ്യം തന്നെ കഴിക്കുമെങ്കിലും ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങളുടെ പങ്കും കൂടി അവൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അവളെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നു കേട്ടോ. ഇനി സെൻറ്റിമെൻറ്റ്സ് അടിച്ചിട്ട് ഈ ഒരു സംഭവം റോളാക്കാൻ നിൽക്കണ്ട, എന്തായാലും അവൾ കഴിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അയാൾ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ കുട്ടികൾ എത്ര ഐസ്ക്രീം കഴിക്കും? 4-5 ഐസ്ക്രീം വരെ കുട്ടികൾ കഴിക്കും. എന്നിട്ടാണോ സാർ ഈ മോൾക്ക് 2 ഐസ്ക്രീമല്ലേ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് താൻ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വർഷയ്ക്ക് ചിരി വരുന്നുണ്ട് വിവേകിൻ്റെ ഈ സംസാരം കേൾക്കുന്ന സമയത്ത്. അങ്ങനെ ചെറിയൊരു പാർക്കിൽ കൊണ്ടുപോയിട്ട് ഒരു എൻജോയ് ചെയ്യാം കേട്ടോ. അതായത് വിവേകും മോളെയും കൊണ്ട് വണ്ടിയിലൊക്കെ പോകുന്നുണ്ട്. വർഷയാണെങ്കിൽ അതെല്ലാം തന്നെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. കാരണം അത്രയും സന്തോഷത്തോടുകൂടി സ്വന്തം അച്ഛൻ്റെ ഒരു സ്നേഹമാണ് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ വേറൊരു സ്ത്രീ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സ്ത്രീ ആരാണെന്നും എന്താണെന്നും നമുക്കിപ്പോൾ അറിയാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആർച്ചമോൾ തന്നെയായിട്ടാണ് കാണുന്നത്. കാരണം ആർച്ചയെ തന്നെയാണ് ആ സ്ത്രീ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുഖത്ത് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ മോളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. എന്തായാലും വരുന്ന എപ്പിസോഡിലൊക്കെ ആ സ്ത്രീ ആരാണെന്നും ആർച്ചയുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വർഷമായിട്ടാണ് ഈ സ്ത്രീക്ക് ബന്ധമെങ്കിൽ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. എന്നാലും ഇനി വരുന്ന എപ്പിസോഡിൽ ഒരു പ്രത്യേക രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.